പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ താൽക്കാലിക ജീവനക്കാരുടെ സമരം നടക്കുന്നു. താൽക്കാലിക ജീവനക്കാരായ 4 പേരെ ഒഴിവാക്കിയ എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് OP ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ രോഗികളുടെ നീണ്ട നിരയാണ്. പാവങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ കാര്യമുണ്ടോ? അല്ല പിന്നെ ഇത്ര ക്യൂ വരാനുള്ള കാര്യമുണ്ടോ? സാറേ, ഇത് ജനങ്ങളുടെ പ്രശ്നമാണോ? ഞങ്ങളൊക്കെ ഇവിടുത്തെ പൊതുപ്രവർത്തകർ അങ്ങനെ വിലക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ ഗവൺമെന്റ് ആശുപത്രി ഇത്രയും വരില്ലല്ലോ. അല്ല, ഇതിന്റെ റീസൺ പറ. ഞങ്ങൾ ഇതിന് അഭിലാൽ, എന്താണ് ഇത്രയും നീണ്ട നിര വരാനുള്ള കാരണം? ഈ OP ടിക്കറ്റ് കൊടുക്കുന്നതിൽ എന്ത് കാലതാമസമാണുള്ളത്? മോത്തി, ഇന്ന് കാർഡിയോളജി OP ഉള്ള ദിവസമാണ്. പുലർച്ചെ 5 മണി മുതൽ ആളുകൾ OP ടിക്കറ്റിന് വേണ്ടി കാത്തുനിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. HMC മുഖേനയുള്ള പൊളിറ്റിക്കൽ നിയമനമാണ് താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ആളുകളുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അങ്ങനെ 123 ആളുകളാണ് ഈ ആശുപത്രിയിൽ കാലങ്ങളായി ജോലി ചെയ്തു കൊണ്ടുവരുന്നത്. ഓരോ 6 മാസം കൂടിയിരിക്കുമ്പോഴും ഇവരുടെ ജോലിയുടെ കരാർ പുതുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കരാർ അവസാനിച്ച 6 മാസ കാലാവധി പൂർത്തിയാക്കിയ 4 ജീവനക്കാരോട് ഇന്നു മുതൽ ജോലിക്ക് വരേണ്ടതില്ല എന്നുള്ള ഒരു സൂചന ഇന്നലെ സൂപ്രണ്ട് ഡോക്ടർ ഷാനി നൽകിയിരുന്നു. അങ്ങനെ മുന്നറിയിപ്പില്ലാതെ താൽക്കാലിക ജീവനക്കാരായ 4 പേരെ പിടിച്ചുവിട്ടു എന്ന് വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇതര ജീവനക്കാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സമരരംഗത്തേക്ക് വന്നത്. 8:30 മുതൽ 9 മണി വരെ അരമണിക്കൂർ സമയം OP ടിക്കറ്റ് നൽകുന്ന അടക്കം നിർത്തിവെച്ചതോടുകൂടി വലിയ ക്യൂ ഈ മേഖലയിൽ അനുഭവപ്പെടുകയും ചെയ്തു. സൂപ്രണ്ട് നമ്മളോട് വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയമല്ല ഇതിൻ്റെ അകത്ത്. ഒരു മന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു അറിവുമില്ല. വെറുതെ മന്ത്രിയെ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു HMC കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ HMCയിൽ മോശം പെർഫോമൻസ് ഉള്ളവരെ വിടുമെന്ന്. പക്ഷെ എല്ലാവരും വിടാൻ എനിക്ക് നിവൃത്തിയില്ലാണ്ടായി പോയി. കാരണം പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് കൂടുതൽ സ്റ്റാഫുള്ള ഡാറ്റ എൻട്രി ചെയ്ത് റേഡിയോളജിന്ന് മാത്രം ഞാൻ 4 പേരെ പിരിച്ചിട്ടുള്ളൂ. കാരണം സാലറി ഒരു മാസം 25 ലക്ഷം രൂപ കൊടുക്കണം. HLL നോട്ടീസ് വന്നേക്കാം, അവരെ സേവനം നിർത്തുന്നത്. മുത്തൂറ്റ് നോട്ടീസ് വന്നേക്കാം, ഇവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ? 25 ലക്ഷം രൂപ എല്ലാ മാസം അവരെന്നെ അറിയിക്കാണ്ടാണ് ചെയ്തത്. അത് അവർ ചെയ്തത് തെറ്റാണ്. അതിന് ഞാൻ ബാക്കി എന്താണെന്ന് വെച്ചാൽ അതിന് ബാക്കി നടപടി HMC തീരുമാനത്തോടെ ഞാൻ കൈകൊള്ളും. കാരണം എന്നെ അറിയിക്കാണ്ട് ഒരു കാരണവശാലും അവർ ചെയ്യരുത്. പക്ഷെ ഞാൻ എമർജൻസി ആയിട്ട് ബാക്കിയുള്ളവരെ വിളിച്ചു വരുത്തിച്ചാണ്. പക്ഷെ ഇവരെ ഒരിക്കലും ഈ പേഷ്യൻസിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയും ഞാൻ സംഭവിക്കില്ല. ഈ പേഷ്യൻസിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ ഇവരെ ഞാൻ തിരിച്ചു കിട്ടുന്നത് തന്നെ. പേഷ്യൻസിനോട് തട്ടിക്കയറും, അനാവശ്യമായിട്ട് ഇവരാണ് അവിടുത്തെ അധികാരി എന്ന രീതിയിൽ പേഷ്യൻസിനോട് തട്ടിക്കയറും, മര്യാദ ഇല്ലാണ്ട് പേഷ്യൻസിനോട് പെരുമാറും. ഇങ്ങനെയുള്ള 4 പേരെ മാത്രമേ ഞാൻ പിരിച്ചുവിട്ടിട്ടുള്ളൂ. പിരിച്ചുവിട്ടതല്ല, കോൺട്രാക്ട് റീ ചെയ്യാണ്ടിരുന്നത്. ഇത് പിരിച്ചുവിടലല്ല. എല്ലാ 6 മാസം ഇവർക്കറിയാം ഇവരെ ജോലി സ്ഥിരമല്ലാന്ന്. എല്ലാ 6 മാസം കൂടി പൂക്കണ ജോലിയാണെന്ന്. എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം നിലവിൽ കൂടുതലാണോ അതീതമാണോ? കൂടുതലാണ്. അതുകൊണ്ടാണ് 4 പേരെ പിരിച്ചുവിട്ടത്. ഇനി ബാക്കിയുള്ള പൗക്കപ്പൊക്കെയായിട്ട് എനിക്ക് വിടാൻ പറ്റുള്ളൂ. എല്ലാവരും ഒന്നിച്ച് വിട്ടാൽ നമ്മൾ ബുദ്ധിമുട്ടാണ്. കാരണം സാലറി നമ്മൾ കൊടുക്കുന്നത്, ഇവർക്ക് സാലറി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എത്ര പേര് വേണമെങ്കിൽ ഞാൻ വെക്കാം. 123 പേരോളം ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. 100 പേരോളം ഉണ്ട്. സെക്യൂരിറ്റി ഉൾപ്പെടെ 115ഓളം പേരുണ്ട്. എത്ര പേര് അധികമായിട്ടുണ്ടാവുന്നു കണക്കാക്കുന്നത്? സത്യം പറഞ്ഞാൽ എത്ര ഇപ്പം ഉള്ളതിലുള്ള 2-4 പേരാണ് അധികം ഉള്ളത്. അവരെയാണ് ഞാൻ വിട്ടത്. ഇനി ബാക്കിയുള്ളവരെ അതനുസരിച്ച് നമ്മൾ ഇവരിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് സമരം ചെയ്തുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നാട്ടുകാർക്ക് പേഷ്യൻസിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളെ എനിക്കിവിടെ നിർത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ടെമ്പററി സ്റ്റാഫിനെ നിയമിച്ച് തന്നെ മനുഷ്യരുടെ സൗകര്യം കൂട്ടാനും അവർക്ക് ഈ ബുദ്ധിമുട്ട് കുറയ്ക്കാനുമാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു പരിപാടി ചെയ്തത് എന്നെ അറിയിച്ചില്ല. തലേദിവസം രാത്രിയാണ് എന്നെ വിളിച്ചെന്ന് പറയണമായിരുന്നു. ഞാൻ അറേഞ്ച്മെന്റ് ചെയ്തേനെ. കാരണം എനിക്ക് ഇഷ്ടംപോലെ ബാക്കി ട്രെയിനീസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു വരുത്തി അവരെ കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കുന്നതിന് മുൻകൂർ നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ? അങ്ങനെയാണോ? ഇല്ല, നമ്മൾ അവരെ CR അനുസരിച്ചാണ്. അപ്പോൾ ഇന്നലെ CR തന്നതിൽ മോശം പെർഫോമൻസ് ഉള്ള 4 പേരെ ഇന്നലെയാണ്. എനിക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടണ്ടേ? ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇവിടെ. അപ്പം അവർ ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. കിട്ടിയപ്പോൾ ഞാൻ അവരെ വിളിച്ചു. ഈ 4 പേർക്കും കോൺട്രാക്ട് ഇനി പുതുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. സമരത്തെ തുടർന്ന് ഈ സാധാരണക്കാരെ രോഗികൾ കുറച്ച് സഫർ ചെയ്യേണ്ടി വന്നു. രോഗികളെ സഫർ ചെയ്യിച്ചതിന് ഉത്തരവാദികൾ അവരാണ്. കാരണം അവരെ എനിക്ക് നോട്ടീസ് തരേണ്ട ഒരു കാരണവശാലും സമരം ചെയ്യാൻ പാടില്ല. അത് വളരെ തെറ്റാണ്. ആരൊക്കെ സമരത്തിൽ പങ്കെടുത്തത് അത് അടുത്ത HMC തീരുമാനം ഇട്ടിട്ട് അവരെ ഇനി
നമുക്ക് എന്തായാലും അവരെ റിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാനിയാണ് സംസാരിച്ചത്. അതേസമയം തന്നെ കഴിഞ്ഞ